അപരിചിതമായിട്ടുള്ള താരാട്ടുപാട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പാടിക്കൊടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അതോർത്ത് തീർച്ചയായും ഖേദിക്കേണ്ടി വരും. അന്ന് അന്നയുടെ സഹോദരി കുഞ്ഞിനുള്ള വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു പാക്കേജ് അയച്ചു കൊടുത്തു. ആ പെട്ടിയുടെ താഴെയായിട്ട് ഒരു പഴയ പുസ്തകവും ഉണ്ടായിരുന്നു. അതിന്റെ മഞ്ഞ നിറത്തിലുള്ള പേജുകളിൽ കുഞ്ഞുങ്ങളെ ഉറക്കാൻ സഹായിക്കുന്ന ഒരു താരാട്ടുപാട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഈണം യാഥാർത്ഥ്യത്തിൽ ഒരു ദുഷ്ടാത്മാവിനെ ആവാഹിക്കാനുള്ള മന്ത്രമാണെന്ന് അവർ അറിഞ്ഞില്ല. അന്ന് വൈകുന്നേരം അവളുടെ ഭർത്താവിന് നൈറ്റ് ഷിഫ്റ്റ് ജോലി ഉണ്ടായിരുന്നതിനാൽ അന്ന മകനെ തനിച്ചു നോക്കുകയായിരുന്നു. എന്നാൽ അവളുടെ മകൻ വളരെ വിചിത്രമായി പെരുമാറുകയും നിർത്താതെ കരയുകയും ചെയ്തു. നിരാശയോടെ അന്ന താരാട്ടുപാട്ട് മൃദുവായിട്ട് മൂളി നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ മകൻ പെട്ടെന്ന് നിശബ്ദനാവുകയും പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. അന്നയ്ക്ക് സന്തോഷമായി. താരാട്ടുപാട്ട് എന്തായാലും ഫലിച്ചല്ലോ. എന്നാൽ ഭയാനകരമായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. പാതിരാത്രിയിൽ ബേബി മോണിറ്ററിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അന്ന സ്ക്രീനിൽ നോക്കിയപ്പോൾ ഭയാനകരമായിട്ടുള്ള ഒരു വൃദ്ധയുടെ മുഖം കണ്ടു. അവൾ വേഗം കുഞ്ഞിന്റെ മുറിയിലേക്ക് പോയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. അവൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ അലമാര ചെറുതായി തുറന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു. ആരെങ്കിലും ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് അവൾ കരുതി. എന്നാൽ തുറന്നു നോക്കിയപ്പോൾ അത് പൂർണ്ണമായിട്ടും ശൂന്യമായിരുന്നു. ആ നിമിഷം കണ്ണാടിയിൽ വൃദ്ധയുടെ മുഖം മിന്നി മറഞ്ഞു. എന്നാൽ അന്ന സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മുഖം വീണ്ടും അപ്രത്യക്ഷമായി. തുടർച്ചയായിട്ടുള്ള 2 ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അന്നയെ ഭയപ്പെടുത്തി. അവൾ മകനെ ഒറ്റയ്ക്കാക്കാൻ ധൈര്യപ്പെട്ടില്ല. അതിനാൽ അവൾ മകനെ കൂട്ടി ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് ഭർത്താവിനായിട്ട് കാത്തിരുന്നു. മകനെ ഉറക്കിയ ഉടനെ വീട്ടിലെ തത്ത ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടി ഉണരുമെന്ന് പേടിച്ച് അവൾ അതിനെ ശാന്തമാക്കാനായിട്ട് എഴുന്നേറ്റു. എന്നാൽ കുറച്ചു ചുവടുകൾ വെച്ചപ്പോഴേക്കും കുഞ്ഞിന്റെ മുറിയിൽ നിന്ന് കരച്ചിൽ കേട്ടു. അവൾ പ്രതികരിക്കുന്നതിന് മുമ്പ് വീട്ടിലെ വൈദ്യുതി നിലച്ചു. അന്ന ധൈര്യം സംഭരിച്ച് മുറിയിലേക്ക് കടന്നു. തൊട്ടിലിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. പുതപ്പിന് താഴെ എന്തോ ഒന്ന് അനങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഭയത്തോടെ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അവിടെ ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നു. പുതപ്പ് മാറ്റിയപ്പോൾ കരച്ചിലും നിന്നു. അപ്പോൾ അവൾക്ക് പിന്നിലെ അലമാര സാവധാനം തുറന്നു. അന്ന തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അത്യന്തം ഭയാനകരമായിട്ടുള്ള ഒന്നായിരുന്നു. അല്പസമയത്തിന് ശേഷം തോമസ് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ അന്ന കുഞ്ഞുമായിട്ട് വാതിലിന് സമീപം ഇരിക്കുന്നത് കണ്ടു. വീട്ടിൽ ഒരു വൃദ്ധ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അന്ന പറഞ്ഞു. തോമസ് വീടാകെ പരിശോധിച്ചെങ്കിലും ആരെയും കണ്ടില്ല. ഉടൻ തന്നെ വൈദ്യുതി തിരിച്ചെത്തി. തോമസിനെ ബോധ്യപ്പെടുത്താനായിട്ട് അന്ന അന്നത്തെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ വിശദീകരിച്ചു. തോമസ് ആ പഴയ പുസ്തകം എടുത്തു. യാദൃശ്ചികമെന്ന് പറയട്ടെ, ആ പുസ്തകത്തിൽ ഒരു വൃദ്ധയുടെ ചിത്രമുണ്ടായിരുന്നു. അത് താൻ കണ്ട അതേ വ്യക്തിയാണെന്ന് അന്ന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു.